ഹലോ ഗൈസ്, എല്ലാവർക്കും മൈ വീസിൻ്റെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ഉമർ. അപ്പോൾ ഇതെൻ്റെ ആദ്യത്തെ വീഡിയോ ആണ്. ഞാൻ നിങ്ങളെ പോലെ തന്നെ ഭയങ്കര എക്സൈറ്റഡ് ആണ് ഈ വീഡിയോ ചെയ്യാൻ വേണ്ടി. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ എക്സൈറ്റഡ് ആയത് ഓക്കെ, അതെൻ്റെ ആദ്യത്തെ വീഡിയോ ആണ്, പക്ഷേ നിങ്ങൾ എന്തിനാണ് എക്സൈറ്റഡ് ആണ് എന്ന്. കാരണം വേറൊന്നുമല്ല, ഞാൻ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്ന കണ്ടൻറ്റിൻ്റെ റിലേറ്റ് ചെയ്തിട്ടാണ്. കാരണം ഞാൻ സംസാരിക്കാൻ ആദ്യം വിചാരിച്ചത് നാളെ അല്ലെങ്കിൽ ഞായറാഴ്ച ഇറങ്ങാൻ പോണ കണ്ടൻറ്റിൻ്റെ, അതായത് നമ്മുടെ വൺ പീസിൻ്റെ കണ്ടൻറ്റ് വരാൻ പോണ എപ്പിസോഡിനെ കുറിച്ച് സംസാരിക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ ആലോചിച്ചത് ഇതിൻ്റെ ആദ്യത്തെ വീഡിയോയാണ്. അപ്പോൾ ഇനി നമ്മുടെ ഈ ഐലൻഡിൽ നടക്കാൻ പോണ മൊത്തത്തിലുള്ള ഇനി ഇറങ്ങാൻ പോണ വീഡിയോയുടെ എക്സ്പെക്റ്റേഷൻ ജസ്റ്റ് ഒന്ന് സംസാരിച്ച് പോകാമെന്നാണ് ഞാൻ വിചാരിച്ചത് ഈ വീഡിയോയിൽ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ എന്താണ് നടക്കാൻ പോണല്ലേ. അതായത് ഇനി ബാക്കിയുള്ള ലെല്ലേഴ്സ് വരും, നമ്മുടെ ലൂഫിയുടെ ഗിയർ 5 ഫോമിൽ ലൂഫിയുടെ ഇത് നികയെന്ന് മറ്റേ ബോണി തിരിച്ചറിയുന്നതും എന്തൊക്കെയാണ് നടക്കാൻ പോണ. ഇത്ര നാൾ നമുക്ക് ചെറുതായിട്ട് സങ്കടമൊക്കെ വന്ന, ചെറുതായിട്ടല്ല, നമുക്ക് സങ്കടം നല്ല രീതിയിൽ വന്ന എപ്പിസോഡാണ് നമ്മുടെ കടന്നു പോയത്. വേറെ ആരുമല്ല നമ്മുടെ കൂമയുടെ ബാക്ക് സ്റ്റോറി പൊക്കോണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ അത് കഴിഞ്ഞ് ഇപ്പോൾ നമ്മുടെ പ്രസൻറ്റിലേക്ക് വന്ന് ഇനിയിപ്പോൾ ബോണി ലൂഫിയാണ് നിക എന്നറിയുന്നതും ബാക്കി എൽഡേഴ്സ് വന്നതും നമ്മുടെ റോബോട്ട് എണീക്കുന്നതും ജോയ് ബോയുടെ ഹക്കിയും. ഞാൻ ആദ്യം അത് കണ്ടപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഫേക്കാന്നാണ് വിചാരിച്ചത്, ഒരു ഫാനാട്ടാന്നാണ് വിചാരിച്ചത്. ജോയ് ബോയുടെ ഹക്കി റിലീസാവുന്നതും ഇമു പേടിക്കുന്നതും 5 എൽഡേഴ്സ് ഇൻസ്റ്റയിൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോയപ്പോൾ കണ്ടപ്പോൾ. പക്ഷെ പിന്നെയാണ് ഇങ്ങനെ പോയപ്പോൾ എനിക്ക് മനസ്സിലായത്. ഞാൻ അധികം ഇത് കണ്ടിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഫോളോ ചെയ്യണ്ടായില്ല ഈ ബാക്കിയുള്ള ഡീറ്റെയിൽസൊന്നും. മറ്റേ നമ്മുടെ മാങ്ങ ഇപ്പോഴും ഫോളോ ചെയ്യണില്ല, എന്നാലും ഇങ്ങനെ പക്ഷേ മാങ്ങ എന്നാലും ഇത് കാണുമ്പോൾ നമുക്ക് മനസ്സിലായിട്ടുണ്ടായില്ല. ഇപ്പോഴാണ് അത് ഇതിലുള്ളതാണെന്ന് മനസ്സിലാകുക. ശരിക്കും പറഞ്ഞാൽ ഭയങ്കരമായിട്ട് കാത്തിരിക്കുകയാണ് അത് കാണാൻ വേണ്ടി. ഞാൻ എക്സൈറ്റഡ് ആണെന്ന് വെച്ചാൽ ഭയങ്കര എക്സൈറ്റഡാണ്. എങ്ങനെയെങ്കിലും അത് കണ്ട് ഇപ്പോൾ മാങ്കയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് ഇപ്പോൾ എൽബാഫാർക്ക് നിങ്ങൾ മാങ്ക കാര്യം ഫോളോ ചെയ്യണമെങ്കിൽ അവിടെ ഭയങ്കര സീനാണ്. ഞാൻ ഫുള്ളായിട്ട് കാണണമെങ്കിൽ ഇൻസ്റ്റയിൽ ഇപ്പോൾ സ്ക്രോൾ ചെയ്ത് വന്നത് അത് ഭയങ്കര സീനാണ്. ലോക്കി നിങ്ങൾ ഇത് പറ്റുമെന്ന് കണ്ട് നോക്കണ്ട. പിന്നെ ഇനിയിപ്പോൾ വരാൻ പോണ മെയിനായിട്ടുള്ളത് ലൂഫിയുടെ ഫൈറ്റ്, ലൂഫി സാറ്റേണായിട്ട്, പിന്നെ മറ്റേ എൽഡേഴ്സ് വരുമ്പോൾ സോറോടെ ഇത്, പിന്നെ മൊത്തത്തിൽ അടിപൊളിയായിരിക്കും. ഇപ്പോൾ നാളത്തെ എപ്പിസോഡ് ഇനി ഇതിലേക്ക് വരും. ഇനി എത്ര എപ്പിസോഡ് കഴിയുമ്പോഴാണ് ഇങ്ങനെ കാര്യങ്ങളൊന്നും നോക്കിയിട്ട് ഞാൻ എല്ലാം കൂടി ആയിട്ട് ഒരു പുതിയ വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ ഈ വീഡിയോ ഞാൻ ഇവിടെ നിർത്തുകയാണ്. എന്തെങ്കിലും ഇമ്പ്രൂവ് ചെയ്യാൻ എന്തെങ്കിലും കുറേ ഉണ്ടെന്ന് അറിയാം. നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻ്റായിട്ട് അറിയിക്കുക. ഓക്കെ, ബൈ.